അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല, അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാരി ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ. അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം. ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം, താൻ ഒറ്റയൊരുത്തൻ കാരണം. ഞാൻ കാരണോ? പിന്നെ അല്ലാതെ. അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവേ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം, ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. മരിച്ചുപോയാ പോയെന്നേ ഉള്ളൂ. അതിലും വലിയ ശിക്ഷയായി. വേണ്ട, ഡെയ്സി മരിക്കണ്ട. അവളെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഞാനവളെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അപ്പോ ഡെയ്സിക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം കാലം നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അതിനുള്ള അവകാശമുള്ളൂ. അത്ര സാർ, പുറത്തവരെ ആൾക്കാർ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ അപ്പനെ കൊണ്ടുപോകാവൂ. സൂക്ഷിക്കണം നീ. ഡോക്ടർ. എന്റെ കർത്താവേ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ? എന്താണെന്ന് കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? റൂം ക്ലീൻ ചെയ്യണ സാറേ. ക്ലീനറാ. ക്ലീനിക്കോ? അപ്പേ, ഇവിടെ അന്തരീക്ഷമൊക്കെ ക്ലീനാ. പോര്, വാ. അപ്പു വിഷമിക്കാതെ പൊയ്ക്കോളൂ. ഡെയ്സിയുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം.
കുട്ടി നേരെ വീട്ടിലേക്ക് പോയി. സാറിന് ഇപ്പോ മനസ്സിലായല്ലോ രാമനാഥന്റെ തനിനിറം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലും ഷെയ്മാണ് സാർ ഇത്. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഡെയ്സിയെ കാണാൻ വന്ന മോനെ, അവളുടെ കുടുംബത്തെ മുഴുവൻ കുത്തി മലർത്തിയിട്ട് നീ അവളെ കാണാൻ വന്നിരിക്കുന്നു. നീയാണല്ലോ ഇവന്റെ സഹായി. ഞാൻ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. നീ രാമനാഥന്റെ സംരക്ഷണത്തിലാണോ കഴിയുന്നത്? അല്ല. കള്ളം പറയുന്നോടാ റാസ്കൽ. ആറ്റുവ കുടുംബത്തെ കൊല ചെയ്യാൻ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന് രാമനാഥനല്ലേ? ഞാൻ ആരെ കൊന്നിട്ടില്ല. സിദ്ധാർത്ഥൻ, വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്. ഇവനെ കൊണ്ട് തത്ത പറയുന്നോണ്ട് ഞാൻ പറയിപ്പിക്കും. രാജൻ, അറസ്റ്റ് ചെയ്യും. സർ. രാജൻ, നിങ്ങൾ അവിടെ വരൂ. അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ചു പറിക്കുന്നു, ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി. കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണേ സാർ. പട്ടിക്കാഴ് പറടാ മോളെ, നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മൂട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്, വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണല്ലേ. സിദ്ധാർത്ഥ, പിടിച്ചു കയറി നായിന്റെ മോളെ ജീപ്പിനകത്ത്. സർ, നടക്കണേ. എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ, അവനെ ഞങ്ങൾ പൂട്ടും. ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജ് ആണ് അത്ര, ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാളെ. ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബധിരരും ബുദ്ധിസ്ഥിരതും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലാസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടാ. പിടിച്ചു കൊടുത്തല്ലിക്കുന്ന നായിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നു? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP
അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. തോമസ് അലക്സാണ്ടർ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. മാറി മാറി ഭരണത്തിലേറുന്ന സർക്കാരിന്റെ കൊടിയുടെ നിറമനുസരിച്ച് സ്വഭാവത്തിന്റെ നിറവും മാറ്റുന്ന സൂത്രശാലി. രാഷ്ട്രീയ മേലാളന്മാർക്ക് എന്ത് വിടുപണി ചെയ്തും ആരെയും കൂട്ടിക്കൊടുത്തും അവർ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം അണ്ണാക്ക് തന്നെ കോളാമ്പിയാക്കി കൊടുത്തും തന്റെ കാര്യം കാണാൻ മടിക്കാത്ത ക്രിമിനൽ ബ്യൂറോക്രാറ്റ്. അന്തിക്ക് കാണുന്നവനെ തന്തേന്ന് വിളിച്ച് ശീലിച്ച തന്റെ നാവ് പിഴുതെടുക്കണമെങ്കിൽ പറ, താനല്ലേ കൊച്ചുകുട്ടനെ കൊല്ലിച്ചത്? ഒരു വാടക കൊണ്ട് ആയുധവും കൊടുത്ത് ഹോസ്പിറ്റലിൽ അയച്ച് ഡെയ്സിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ല? അല്ല അല്ല അല്ല. അപ്പൊ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സി, ഐ ആം യുവർ സുപ്പീരിയർ. യെസ്, യു ആർ മൈ സുപ്പീരിയർ. ഗോപകുമാർ, മിസ്റ്റർ സുപ്പീരിയർ ഓഫീസർ, ഇവനെ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? നിനക്കറിയാവിടെ യമനെ? പറയണം അതിന്റെ മോനെ. അറിയാം. കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ? ഗോമസാ. ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ? അതും ഗോമസാ. കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ DGP, ഇനി എന്ത് പറയുന്നു? നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകങ്ങൾ ചെയ്യുക? ഐ കാൻ ബിലീവ് ഇറ്റ്. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അപ്പുവിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ. അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പുവിനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല താൻ ഉറപ്പിച്ചു അല്ലേ? അപ്പുവിനോട് എന്താ ഇയാൾ പറഞ്ഞേ? കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാമെന്നും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല, പോലീസുകാരുടെ വേഷോട്ട് ഇങ്ങേരുടെ ഗുണ്ടകളാ. DGP സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇതിന് നിനക്ക് വല്ല ന്യായീകരണവും പറയാനുണ്ടോടാ? ആറ്റുവാനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത്? സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്ത് പുറത്തിറങ്ങൂ. കൊല്ലരുത്, ഞാനെല്ലാം പറയാം. സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ? സത്യമായിട്ടല്ല, ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നാ പറഞ്ഞ് തുറയ്ക്ക്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഗോപകുമാറെ, സാർ അപ്പുവിനെ കൊണ്ടുപോയിക്കോളൂ. സാർ, 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ? പറയ്. Very urgent message from police headquarters. Very urgent message from police headquarters. Additional DGP ഗോമസ് അലക്സാണ്ടർ വെടിയേറ്റ് മരിച്ചു. സിറ്റിയിലുള്ള എല്ലാ പോലീസ് ഓഫീസർമാരും ഇമ്മീഡിയറ്റ് ആയി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണം. ഓവർ ഓവർ.
സിറ്റ് ഡൗൺ. വളരെ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് കുറച്ചു മുൻപ് ഇവിടെ നടന്നത്. ആ സംഭവത്തിന് ഉത്തരവാദി കമ്മീഷണർ രാമനാഥനല്ലേ? അങ്ങേരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ DGP കമ്മീഷണർ മർദ്ദി ചവച്ചനാക്കി തൂക്കിയെടുത്ത് ജീപ്പിലിട്ടുകൊണ്ട് പോയത് ഗോമസാറിന്റെ കൊലയാളി അയാൾ തന്നെയാ. ഗോമസാറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ശവസംസ്കാരം പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്തിനാണ് സർ? ക്ഷമിക്കണം, അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളെ ഞങ്ങൾക്ക് കാന്ത സ്വന്തം സഹപ്രവർത്തകരുടെ ശവം തന്നെ നിങ്ങൾ. അത് ശരിയാ, അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, പോലീസുകാർക്ക് തന്നെ അന്ധനായ ഇയാളുടെ കൂടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഇതിനെതിരെ എന്ത് ശിക്ഷ സാറ് തന്നാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് എനിക്ക് തരണം. DGPയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ചോദിക്കുന്നത്. അതിനുശേഷം അഡീഷണൽ DGPയുടെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തരാം. ഡിയർ ഫ്രണ്ട്സ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് അഡീഷണൽ DGP ഗോമസിനെ വെടിവെച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ നിഗമനം. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റും പോലീസ് സർവീസ് റിവോൾവറിലെ ബുള്ളറ്റും 0.5 ആണ്. അതുകൊണ്ട് എങ്ങനെയാ ഒരു പോലീസുകാരനെ കൊന്നെന്ന് നിശ്ചയിക്കുന്നത്? അതേ പോയിന്റുള്ള ബുള്ളറ്റ് ഇടുന്ന വേറെ റിവോൾവറുകളില്ലേ? ശരിയാണ്, അതുകൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഈ കൊല നടത്തിയത് നമ്മുടെ കൂട്ടത്തിലൊരാളാണ്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇൻസ്പെക്ടർ രാജൻ, ഒന്ന് വന്നേ. നിങ്ങളുടെ ഷർട്ടിന്റെ പുറകുവശം കീറിയിട്ടുണ്ടോ? എന്റെ ഷർട്ടൊന്നും കീറിയിട്ടില്ല. കമ്മീഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ? ഹേയ്, കുറ്റം ഞാൻ തന്നെ ഏക്കാം, പക്ഷേ ഷർട്ട് കീറിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ രാജ? കണ്ട, ഇത് ഈ ഷർട്ടിൽ നിന്ന് തന്നെ കീറിപ്പോയതാ. ഇരുട്ടത്ത് കോറിഡോറിലൂടെ ഓടി മറഞ്ഞ രൂപം കണ്ടപ്പോഴേ നിന്നെ ഞാൻ സംശയിച്ചതാ, പക്ഷേ ഉറപ്പിക്കാൻ വയ്യല്ലോ. ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് എവിടെ? അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സർവീസ് റിവോൾവറിലെ ബുള്ളറ്റ് വീട്ടിൽ വെച്ചോ? എന്തിനാ? പിള്ളേർക്ക് കളിക്കാൻ? പറയടോ, ഇതിലെ ബാക്കി 3 ബുള്ളറ്റ് അല്ലേ അഡീഷണൽ DGPയുടെ നെഞ്ചത്ത് തറച്ചു കയറിയത്? ഞാൻ കൊന്നിട്ടില്ല. പറയടാ, ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? നീ പറയില്ലല്ലേ? പറയോ?